ഇന്നലെ വരെ പിശാച് നിങ്ങളെ ഭയപ്പെടുത്തിയെങ്കിൽ, ഓലപ്പാമ്പ് കാണിച്ച് നിങ്ങളെ പേടിപ്പിച്ചുവെങ്കിൽ, ഇന്ന് മുതൽ നിങ്ങളിൽ ഒരു ആയുധം വേണം. നിങ്ങൾക്ക് കാറുണ്ട്, വീടുണ്ട്, പോരാ, അഭിഷേകത്തിലുള്ള പ്രാർത്ഥനയാകുന്ന ആയുധം കൂടെ വേണം. നിങ്ങളുടെ വീട്ടിലെ വലിയൊരു സമ്പത്താണ് ആത്മാവിലുള്ള പ്രാർത്ഥന. പ്രതിസന്ധികൾ കടന്നു കയറപ്പെടുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു കയറപ്പെടുന്ന സമയത്തിലേക്ക് ആ ദുഷ്ട ശക്തികളോട് ഫൈറ്റ് ചെയ്ത് ജയിക്കുവാനായിട്ട് നിനക്ക് കഴിയണം. പടപൊരുതി ജയിക്കുവാനായിട്ട് നിനക്ക് കഴിയണം. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. 1 സാമുവേൽ 1-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം ഇപ്രകാരം നമുക്ക് കാണുവാനായി കഴിയുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. വളരെ കരഞ്ഞു. പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു എന്നാണ് ദൈവവചനം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയപ്പെടുന്നത്. അവൾക്ക് വളരെയധികം മനോവ്യസനം ഉണ്ടായിരുന്നു. അവൾ പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അതിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കുക, അവൻ്റെ തലീക്ഷ ഒരുക്കി. 13-ാം വാക്യം വായിച്ചോട്ടെ. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനായില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഒരു അമ്മ ആകാൻ ആഗ്രഹിച്ച വ്യക്തി ഒരു പുരോഹിതനിൽ നിന്ന് അനുഭവിക്കുന്ന ഭാഗമാണ് രണ്ടാമത് വായിച്ചത്. ആദ്യം വായിച്ചത് ഒരമ്മയാകാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയാണ്. അവൾ പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞ് അവൾ മനോവ്യസനത്തോടെ യഹോവയുടെ പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞപ്പോൾ ആ ശരീരത്തിൽ കുറെ ഭാവഭേദങ്ങളുണ്ടായി. അത് ഏലി പുരോഹിതൻ നോക്കിയപ്പോൾ അവൾ വീഞ്ഞു കുടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് തോന്നിപ്പോയി. ഞാനിന്ന് പ്രാർത്ഥനയെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഒരമ്മയുടെ പ്രാർത്ഥന എന്ന് ഞാൻ തുടങ്ങി ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന സബ്ജക്റ്റിലേക്കാണ് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സാധാരണ ഒരു പ്രാർത്ഥനയല്ല ഈ സ്ത്രീ പ്രാർത്ഥിച്ചത്. എല്ലാ ദിവസവും അവൾ പോയി പ്രാർത്ഥിച്ചു, ആരും അവളെ ക്രിട്ടിസൈസ് ചെയ്തില്ല. പക്ഷേ അന്നത്തെ പ്രാർത്ഥനയിൽ ചില ക്രിട്ടിസൈസം തനിക്ക് നേരിടേണ്ടി വന്നു. അത് പുറത്തുനിന്നല്ല, അകത്തുനിന്ന് തന്നെ. അത് മറ്റാരുമല്ല തന്നെ ക്രിട്ടിസൈസ് ചെയ്തത്, തൻ്റെ സഭയുടെ പുരോഹിതനായിരിക്കുന്ന ഏലി പുരോഹിതൻ. ഏലി തന്നെയാണ് അതേ തന്നെ ക്രിട്ടിസൈസ് ചെയ്തത്. അദ്ദേഹം നമുക്ക് ഒരു ഹൈ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതനെന്നോ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായി വിജയിച്ച അല്ലെങ്കിൽ ശുശ്രൂഷ വിജയിച്ച വ്യക്തി എന്ന് പറയാൻ പറ്റത്തില്ല. തൻ്റെ തലമുറകളെല്ലാം നശിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആക്ഷേപിച്ചു എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ നമുക്ക് രണ്ട് കരത്തിലെടുക്കാം. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. തലമുറകൾ, മക്കൾ നശിച്ചു പോയെന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. പക്ഷെ എങ്കിലും മക്കളെ ശാസിച്ച് വളർത്തിയില്ല. ശാസന കൊടുക്കേണ്ട സമയം ശാസന കൊടുത്തില്ല. അവർക്ക് ഉപദേശം കൊടുക്കേണ്ടുന്ന സമയത്തിൽ ഉപദേശം കൊടുക്കാതെ വളർത്തി എന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വേണമെങ്കിൽ ചിലപ്പോൾ പറയുവാനായിട്ട് കഴിയപ്പെടും. തൻ്റെ മക്കളെ താൻ ശ്രദ്ധിച്ചില്ല. തൻ്റെ മക്കളെ ദർശനം കൊടുത്തില്ല, കാഴ്ചപ്പാട് കൊടുത്തില്ല, ലക്ഷ്യം കൊടുത്തില്ല. അവരെ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചു. അവരെ ഉന്നത ബിരുദാനന്ദ ബിരുദമൊക്കെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ആദ്യം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ശുശ്രൂഷയിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പഠനം നടക്കട്ടെ. പക്ഷേ ആ പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ വഴുതിപ്പോയി. കുഞ്ഞുങ്ങളെല്ലാം വഴിതെറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറക്കായ്ക്ക് ഒരാളില്ലാണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ ദൈവസന്നിധിയിൽ കരഞ്ഞു, എനിക്കൊരു ആൺകുട്ടിയെ തരികയാണെങ്കിൽ ഞാൻ ദൈവത്തിന് കൊടുക്കാം. ഇവിടെ ഒരു സഭ അനാഥത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏലി പുരോഹിതൻ്റെ അടുത്ത തലമുറക്കാരനില്ല. താൻ ഒരു വലിയ ശുശ്രൂഷകനായിരുന്നു,
വലിയൊരു പുരോഹിതനായിരുന്നു. പക്ഷേ തൻ്റെ കാലം കഴിയുമ്പോൾ ഈ ശുശ്രൂഷ, ഈ ചർച്ച് കൈമാറ്റം ചെയ്യുവാൻ മറ്റൊരാളില്ല. ദൈവ നിയോഗമുള്ളവരില്ല. ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ജോലിക്ക് പോകുന്നത് പോലെ ഇൻ്റർവ്യൂ നടത്തി പാസ്സാക്കി എടുക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇത് ദൈവമാണ് പോസ്റ്റ് ചെയ്യുന്നത് ഒരാളെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. ദൈവമാണ് അതിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്, ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ദൈവമാണ് അതിന് ആവശ്യമായിട്ടുള്ള അഭിഷേകം പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു മനുഷ്യനായിട്ട് പെട്ടെന്ന് ഇത് കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദൈവം നിശ്ചയിക്കുന്നവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ. പക്ഷേ ഏലിക്ക് വലിയൊരു മാനസിക പിരിമുറുക്കം. ഞാൻ ഇത്രയും വലിയൊരു ചർച്ചിൻ്റെ ഉപദേശിയായിട്ട് നിൽക്കുന്നു, പക്ഷേ ഞാൻ ഇന്നിരുന്ന് മരിച്ചാൽ, ഞാൻ ദൈവസന്നിധിയിൽ പോയാൽ ഈ സഭയുടെ സ്ഥിതി എന്താകും? ഒരു മനുഷ്യായുസ് മുഴുവനും ഞാൻ ശുശ്രൂഷിച്ച ഈ സഭ അനാഥത്വത്തിലേക്ക് പോകുമല്ലോ എന്ന് താൻ ഒരു ഭാഗത്ത് പുറമേ പ്രകടിപ്പിക്കാതെ ദുഃഖത്തോടെ, വേദനയോടെ, പ്രയാസത്തോടെ ആയിരുന്നപ്പോൾ അങ്ങകലെ ഒരു സ്ത്രീ അമ്മയാകാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അവൾ പ്രാർത്ഥിച്ചത്, എനിക്കൊരു പുരുഷ സന്താനത്തെ നൽകുകയാണെങ്കിൽ ഞാൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിച്ചു കൊള്ളാം, ഞാൻ ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. ദൈവം നോക്കിയപ്പോൾ ഇവിടെ പള്ളിയിൽ ഒരു ഉപദേശി ആവശ്യമാണ്, എന്നാൽ ഒരു സ്ത്രീക്ക് ഒരു ദൈവവേലക്കാരനെ മകനായിട്ട് വേണമെന്നാലും രണ്ടും ശരിയായി വരുന്നുണ്ട്. ആകയാൽ സ്തോത്രം, ആ ദൈവപ്രവർത്തിക്കയുടെ ഭാഗമായിട്ട് ഹന്നയ്ക്ക് പ്രാർത്ഥിക്കുവാൻ പെട്ടെന്നൊരു താല്പര്യം വന്നിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ശരിയാകത്തില്ല, പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ശരിയാകത്തില്ല. അവൾ നേരെ ഓടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആത്മാവിൽ അവൾ പ്രാർത്ഥിച്ചു. ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ കൈയും കാലും ഒക്കെ അനങ്ങി. ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ ചുണ്ടിരുന്ന് കിടകട വിറച്ചു. ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിരുന്ന് വേറെ ഭാവത്തിലേക്ക് പോയി. ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടമൊക്കെ വന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ ഹൃദയം മാത്രമല്ല, ശരീരവും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് കടന്നു വന്നു. ആകയാൽ പരിശുദ്ധാത്മാവും മനുഷ്യ ശരീരവും ഒന്നായി തീരുന്ന ആ പ്രത്യേക സമയത്തിന് പറയുന്ന പേരാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. ആത്മാവും ശരീരവും ഒന്നായി തീരണമെങ്കിൽ അവിടെ ആരാധന വെളിപ്പെടണം. ഇന്ന് പകൽ സമയത്തിലും ഇവിടെ നിങ്ങളിരുന്ന് കൈയടിക്കുമ്പോൾ, ഇവിടെ നിങ്ങളിരുന്ന് സ്തുതിക്കുമ്പോൾ, ഇവിടെ നിങ്ങളിരുന്ന് സ്തോത്രം ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരവും പരിശുദ്ധാത്മാവും ഒന്നാകുകയാണ്. സാധാരണ പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അധികം ശ്രദ്ധേയമായൊരു ഭാഗമാണ്. സ്വാഭാവികമായ പ്രാർത്ഥനകൾ ചില ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യുമ്പോൾ ആത്മാവിലുള്ള പ്രാർത്ഥന വളരെ വലിയ വലിയ കാര്യങ്ങളെ ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. പുതിയ നിയമത്തിൽ വളരെയധികം എക്സ്പ്ലനേഷൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്തിൽ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഇത് യുദ്ധക്കളത്തിലെ പ്രാർത്ഥനയാണ്. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം തൻ്റെ സഭയെ വേർതിരിച്ചപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ദൈവം തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന ഒരായുധമാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. ഹല്ലേലൂയാ. നിങ്ങളിപ്പോൾ രഹസ്യ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ സഭയുടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഉറങ്ങാൻ സാധ്യത? കാരണം യുദ്ധക്കളത്തിലാണ്. ആ യുദ്ധത്തിൽ നിങ്ങളെ ഉറക്കിക്കളയുക എന്നുള്ളതാണ് ഏറ്റവും അധികം പിശാചിൻ്റെ വലിയ സൂത്രമെന്ന് പറയുന്നത്, ഏറ്റവും വലിയ തന്ത്രമെന്ന് പറയുന്നത് അവരെ ഉറക്കിക്കളയുക. ശിംശോൻ ഒരല്പം ഉറക്കപ്രിയനായിരുന്നു. അവനെ ഉറക്കി. അവൻ ഭയങ്കര ശക്തനായിരുന്നു. അവൻ വളരെ ശക്തനായ അഭിഷിക്തനായിരുന്നു. അവനെക്കുറിച്ച് നോക്കുകയാണ് എങ്കിൽ എന്താ അവൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാലോട്ട്, അവൻ മതിലിനെ ചാടിക്കടക്കുകയല്ല ചെയ്തത്. ദാവീദിനെ പോലെയുള്ളവർ ചാടിക്കടന്നപ്പോൾ അത് ശിംശോൻ കടന്നു വന്ന് ആ കട്ടളവാതിലും ആ ഗേറ്റും എല്ലാം കൂടെ പിഴുതെടുത്ത് മാറ്റി വെച്ചിട്ട് അകത്തേക്ക്. അത്രത്തോളം ശക്തനായിരിക്കുന്ന അഭിഷിക്തനായിരുന്നു. പക്ഷേ അവന് ഉറങ്ങാൻ പാടില്ലാത്തടത്ത് ചെന്ന് അവൻ ഉറങ്ങി.
അവൻ എപ്പോ അവൻ ഉറങ്ങിയോ അപ്പോൾ മുതൽ അവൻ്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. അവൻ്റെ മേലുള്ള ഒരു പവർ ക്ഷയിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ തന്നെ പിശാചിന് നന്നായിട്ടറിയാം. പത്രോസ് എന്ന് പറയുന്ന അഭിഷിക്തനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് സൈത്താൻ കടന്നു വന്നതിൻ്റെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ കർത്താവ് കൊടുക്കാത്തതിൻ്റെ വാശിക്ക് ഇവനെ ഉറക്കി. അപ്പോൾ അറിയാം, എവിടെയും പിശാചിന് ജയിക്കണമെങ്കിൽ ഒരു മനുഷ്യനെ ഉറക്കിയാലേ കഴിയപ്പെടത്തേയുള്ളൂ. യുത്തിക്കോസ് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ആമേൻ. കേട്ടത് ഉയർന്ന സ്ഥലത്തിരുന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഇരുന്നായിരുന്നു. നിങ്ങൾ യുത്തിക്കോസിനെ മറന്നു പോരും, നിങ്ങൾ ഉറങ്ങില്ല. പക്ഷേ ആ ഉയർന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കും പോലെ ബാൽക്കണിയിലാണ് ഇരുന്നത്. പക്ഷെ അവിടെ ഇരുന്ന് പുള്ളി ഉയർന്നു, പുള്ളി താഴെ വീണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും തീർന്നില്ലല്ലോ. യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങി. അടിത്തട്ടിൽ കിടന്നുറങ്ങിയ സമയത്തിലേക്ക് അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ അവനെ എടുത്തോണ്ട് വന്ന് കടലിൽ കൊണ്ടിട്ടപ്പോൾ ഒരു വാളിനെ തകർക്കാൻ പറ്റിയ ആയുധമെന്ന് പറയുന്നത് അവനെ ഉറക്കിക്കളയുക. അപ്പോൾ എന്ത് ചെയ്യും? അവൻ സാധാരണ പ്രാർത്ഥനകളിൽ പിശാച് പോരാടുന്നത് ആ വ്യക്തികളെ ഉറക്കിക്കളയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, നിന്റെ ദാരിദ്ര്യം പഴന്തുണി പോലെ വന്ന് കയറട്ടെ. ഉറക്കപ്രിയന്മാർക്ക് എല്ലാം ദാരിദ്ര്യം മാറൂല. എൻ്റെ ഉറക്കമല്ല ഇന്നത്തെ സബ്ജക്റ്റ്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. ആ വ്യക്തിയെ ഉറക്കാൻ പറ്റത്തില്ല. ഒന്ന് കൈയടിച്ച് ദൈവത്തിൻ്റെ സ്വത്രം പറഞ്ഞാട്ടെ. ആമേൻ. കൈയടിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ ഉറക്കം വരുന്നത് ആത്മശക്തി ഇല്ലാത്തവർക്കല്ല, ആത്മശക്തി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഉറക്കം. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആത്മശക്തി ഉള്ളത് പത്രോസിനായിരുന്നു ഏറ്റവും വലിയ ആത്മശക്തി ഉണ്ടായിരുന്നത്. ശിഷ്യന്മാരിൽ കൂടെ കൊണ്ടുവന്ന് സഭ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ട്രെയിനിങ് കൊടുത്ത് അഭിഷേകം കൊടുത്ത് ആക്കി വെച്ച ഭക്തനോട് പറഞ്ഞു, ഉറങ്ങരുത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷെ അവൻ സുഖമായിട്ട് കിടന്ന് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങി. അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവദാസന്മാർക്കൊന്നും ഉറങ്ങണ്ടേ? ഉറങ്ങണം. ഉറങ്ങേണ്ട സമയം ഉറങ്ങണം. ഉണർന്നിരിക്കേണ്ട സമയം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഇതേ പത്രോസ് രണ്ട് പടയാളികളുടെ മധ്യത്തിൽ അവൻ കിടന്ന് ഉറങ്ങി. എപ്പോഴെന്നറിയാവോ? യാക്കോബിനെ വാളുകൊണ്ട് വെട്ടി കൊന്നതിന് ശേഷം അടുത്ത് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, നാളെ ഇത്ര മണിക്ക് യവൻ്റെ തല അങ്ങ് വെട്ടിയേരെന്ന് പറഞ്ഞു. സ്തോത്രം. റോമൻ സാമ്രാജ്യത്തിൻ്റെതായിട്ടുള്ള ഉത്തരവ് കടന്നു വന്ന സമയത്തിലേക്ക് ഇവനെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിനകത്തിട്ട് പൂട്ടിയെടുത്ത് കൊണ്ടുപോയി 2 പേര് കാവൽ നിൽക്കുകയാണ്. 2 പടയാളികൾ നിൽക്കുന്ന സമയത്തിലേക്ക്, 2 പടയാളികളുടെ മധ്യത്തിൽ പിറ്റേ ദിവസത്തിലേക്ക് ഇവന് മരണശിക്ഷ വിധിച്ചിരിക്കുന്ന സമയത്തിലേക്ക് ഒരു വ്യക്തിക്ക് പോലും ഉറങ്ങാനായിട്ട് കഴിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് അങ്ങനെയുള്ള സ്ഥലത്ത് അവന് ഉറങ്ങാൻ കൊടുത്തു. അവൻ സുഖമായിട്ട് കിടന്നുറങ്ങി. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ നിന്നെ തൊടത്തില്ല. കടബാധ്യത ഉണ്ട് എങ്കിലും, കഷ്ടമുണ്ട് എങ്കിലും, രോഗമുണ്ട് എങ്കിലും നിനക്കൊരു സുഖമായിട്ടൊരു ഉറക്കം തരുന്നത്, ഉറങ്ങേണ്ട സമയം ഉറക്കം തരുന്നത് അത് ദൈവത്തിൻ്റെ കൃപയുടെ പ്രത്യേകതയാണ്. സ്തോത്രം. ബൈബിൾ എഴുതിയിരിക്കുന്നു, ഏത് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഫൈറ്റ് ചെയ്തുള്ള പ്രാർത്ഥന, പടപൊരുതിയുള്ള പ്രാർത്ഥന, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനകളെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്തിൽ അവിടെ നാം ചെയ്യേണ്ടത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. എസ്തേറിനെ കുറിച്ച് നമുക്കറിയാം. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതിനകത്ത് ഹിന്ദു ദേശത്തെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമായിരിക്കുന്ന ഭാഗങ്ങളായിരിക്കും എന്ന് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന രൂപപ്പെട്ട് വന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടുന്നു. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, അഹശ്വേരോശിൻ്റെ കാലത്ത് ഹിന്ദു ദേശം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വേരോശ് ഇവൻ തന്നെ. ആ കാലത്ത് അഹശ്വേരോശ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തൻ്റെ രാജാസനത്തിലിരിക്കുമ്പോൾ തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തൻ്റെ സകല ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ച് പാഴ്സ്യയിലെയും മേദ്യയിലെ സേനാധിപന്മാരും പ്രഭുക്കന്മാരും സ്ഥാനാപതികളും അവൻ്റെ സന്നിധിയിലുണ്ടായിരുന്നു.
വലിയൊരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്തിൽ എവിടെയാണ്? ഹിന്ദു രാജ്യത്തിൽ. ഇന്ത്യയെക്കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. അത് എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ആകയാൽ അവിടെ വലിയൊരു മീറ്റിംഗ് എല്ലാം നടന്നിട്ട് ഒരു വലിയ ബില്ല് പാസ്സായി. ആ ബില്ല് വേറെ ഒന്നുമല്ല, ആ രാജ്യത്തിലെ യഹൂദന്മാരെ മുഴുവനും കൊന്നൊടുക്കണം. പക്ഷെ ഇത് അഹശ്വേരോശ് രാജാവ് അഥവാ പ്രസിഡന്റിന്റെ അപ്രൂവൽ വേണം. പ്രസിഡന്റ് ഒപ്പിടണം, എങ്കിലേ മന്ത്രിയായിരിക്കുന്ന ഹാമാൻ ഇത് ചെയ്യാൻ പറ്റത്തേയുള്ളൂ. അപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കപ്പെടുന്ന ഹാമാൻ അഹശ്വേരോശ് ആകപ്പെടുന്ന പ്രസിഡന്റിന്റെ അടുക്കലേക്ക് ഒരുപാട് ഭരണപരിഷ്കാരത്തിൻ്റെതായിട്ടുള്ള ഫയലുകൾ ഇങ്ങനെ വെച്ചു കൊടുത്തു. നോക്കിയപ്പോൾ അഹശ്വേരോശ് രാജാവ് നോക്കിയപ്പോൾ എൻ്റെ മന്ത്രി ഹാമാൻ കൊള്ളാമല്ലോ, അവ ഒരുപാട് കാര്യം പാലം വയ്ക്കുന്നുണ്ട്, അത് പിന്നെ വലിയ വലിയ സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്, സ്ത്രീ ശാക്തീകരണം കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അങ്ങനെ തുടങ്ങി 100 ഭരണപരിഷ്കാരങ്ങൾ ഇങ്ങനെ ചെയ്ത് വരുന്നു. ഇവൻ കൊള്ളാം, ഇവൻ ബുദ്ധിമാനാണ്, നല്ല മെടുക്കനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊണ്ടുവരുന്ന ഫയലുകളെല്ലാം ഒപ്പിട്ടു. പക്ഷെ ആ ഫയലിൻ്റെ ഇടയിൽ ഒരു ബില്ല് കൂടെ വെച്ചു കൊടുത്തു. യഹൂദന്മാരെ മുഴുവനും നമ്മുടെ രാജ്യത്തിൽ നിന്ന് നിഗ്രഹിക്കണം. നമ്മുടെ രാജ്യത്തിൽ യഹൂദന്മാരൊന്നും വേണ്ട. പ്രത്യേകിച്ച് ആദ്യം മൊർദെഖായി എന്ന് പറയുന്ന എസ്തേറിൻ്റെ വളർത്തച്ഛൻ, സ്തോത്രം, അവനെ തൂക്കിലിടണം. ഈ ഹാമാൻ ചെന്നൊരു തൂക്കുകയറെല്ലാം ഉണ്ടാക്കി വെച്ച് ബില്ലെല്ലാം പാസ്സാക്കിയെടുത്തു. ആ സമയത്തിലാണ് ആ രാജ്യത്തിലുള്ള യഹൂദന്മാരെല്ലാവരും അറിഞ്ഞത് ഇദ്ദേഹം ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് മെല്ലെ ചെയ്ത് ജനങ്ങളെ മുഴുവനും കയ്യിലെടുത്തതിന് ശേഷം യഹൂദന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അജണ്ട എന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും വൈകിപ്പോയി. സംഭവമൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാവരും വൈകിപ്പോയപ്പോൾ ഇനി ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, ഇനിയിപ്പം പ്രാർത്ഥന. അതെല്ലാം അങ്ങനെയാണല്ലോ. ആദ്യം അവനവന് ഇഷ്ടമുള്ള പരിപാടികളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം കയ്യിൽ നിന്ന് പോയി എന്ന് കാണുന്ന സമയത്തിൽ പ്രാർത്ഥിക്കും. സ്തോത്രം. മൊർദെഖായി ഉടനടി തൻ്റെ വളർത്തു മകളായിരിക്കുന്ന എസ്തേറിനോട് വിളിച്ചു പറഞ്ഞു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥാനത്ത് നിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും, നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. അങ്ങനെയുള്ളൊരു കാലത്തിലാണ് നീ ഇലക്ഷനിൽ ജയിച്ചു എന്നല്ല, രാജസ്ഥാനത്ത് വന്നിരിക്കുന്ന അഹശ്വേരോശിൻ്റെ ഭാര്യയായിട്ട് നീ ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. നീ മിണ്ടാണ്ടിരിക്കേണ്ട സമയമല്ല. എസ്തേർ ഷാമേൻ അന്തപുരത്തിൽ നിന്നിറങ്ങി, കൊട്ടാരത്തിൽ നിന്നിറങ്ങി, സിംഹാസനത്തിൽ ഇറങ്ങി 3 ദിവസം ഫാസ്റ്റിംഗ് തീരുമാനിച്ചു. എന്നിട്ട് രാജ്യത്തിലുള്ള സകല യഹൂദന്മാരോടും വിളിച്ചു പറഞ്ഞു, ഞാൻ 3 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുകയാണ്, നിങ്ങൾ എന്നോടൊപ്പം ഉപവാസമെടുക്കണം. ആരും തിന്നുകയോ കുടിക്കുകയോ കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിക്കണം. ന്യായമല്ല എങ്കിലും ഞാൻ രാജാവിൻ്റെ അടുക്കല് ഈ ബില്ലിനെ അസാധുവാക്കുവാൻ, രാജ്യത്തിലെ സകല യഹൂദന്മാരെയും കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ അധികാര പത്രത്തെ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ശ്രമം നടത്തുകയാണ്. ഞാൻ ഉപവസിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പെൺകുട്ടി മുൻപിലേക്ക് കടന്നു വന്നു. അവൾ അഹശ്വേരോശ് രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഹാമാൻ വലിയ ഭരണപരിഷ്കാരങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം ശരിയാ, നല്ലതാണ്. പക്ഷേ യഹൂദന്മാരെ എന്തിനാ കൊല്ലുന്നേ? നമ്മുടെ രാജ്യത്തിൽ യഹൂദന്മാർക്ക് താമസിച്ചുകൂടായോ? യഹൂദന്മാർ അത്രയും മോശക്കാരാണോ? എന്തിനാണ് അവരോട് ഇത്ര വൈരാഗ്യം എന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, അറിയത്തില്ല, എന്താ കാര്യം, എന്താ സംഭവിച്ചു, കാര്യം തെളിച്ചു പറ. അതെ, ഹാമാൻ കൊണ്ടുവന്ന ഒരു ബില്ല് അങ്ങ് പാസ്സാക്കി കൊടുത്തിരിക്കുകയാണ്. യഹൂദന്മാരെ മുഴുവനും കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബില്ല് പാസ്സാക്കി. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ദയവ് ചെയ്ത് ഞങ്ങളോട് മനസ്സറിയണം. ഈ യഹൂദന്മാരായിരിക്കുന്ന വലിയൊരു കൂട്ടം നമ്മുടെ രാജ്യത്തിലുണ്ട്. ഇവരെ കൊല്ലുവാൻ അനുവദിക്കരുത്, ഇവരെ പുറത്താക്കാൻ അനുവദിക്കരുത്. ഇവരുടെ രാജ്യത്തിൽ ഇവർ തന്നെ താമസിക്കണം. രാജാവ് മനസ്സലിയണം. ഉടനടി ഹാമാനെ വിളിച്ചു, ഹാമാൻ, എന്തായി കാണുന്നത്? നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്രയും യഹൂദന്മാർ എത്രയോ വർഷങ്ങൾ കൊണ്ട് താമസിച്ചു വരുന്നു. ഇവരെ മുഴുവനും പുറത്താക്കാൻ വേണ്ടിയിട്ട് നീ എന്നാത്തിനായി എൻ്റെ എന്ന് ഒപ്പുമേടിച്ചത്, അല്ലെങ്കിൽ എന്തിനായി ഈ ബില്ല് പാസ്സാക്കി എടുത്തത്? കാര്യാദികളെ ചോദിച്ചപ്പോൾ ഹാമ എന്ന് വിളിച്ചു. ഏത് തൂക്കുമരം ആർക്കു വേണ്ടിയിട്ടവൻ ഒരുക്കിയോ അതേ തൂക്കുമരത്തിൽ
ഹാമാനെ തന്നെ തൂക്കിയത് ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത. മനസ്സിലായവർ രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ആത്മാവിലുള്ള പ്രാർത്ഥന രാജ്യങ്ങൾക്ക് തന്നെ മാറ്റങ്ങളെ വരുത്തും. ആത്മാവിലുള്ള പ്രാർത്ഥന രാജ്യങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാ. ആത്മാവിലുള്ള പ്രാർത്ഥന രാജ്യങ്ങളുടെ നിലനിൽപ്പിനാണ്. ആത്മാവിലുള്ള പ്രാർത്ഥന രാജ്യങ്ങളുടെ സമാധാനത്തിനാണ്. ആത്മാവിലുള്ള പ്രാർത്ഥന രാജ്യങ്ങളിൽ യഹൂദന്മാരുടെ നിലനിൽപ്പ് പോലെ ദൈവത്തിന്റെ സഭയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആത്മാവിലുള്ള പ്രാർത്ഥന ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആത്മാവിലുള്ള പ്രാർത്ഥന പിശാചിനും അവന്റെ സേനാപതികളോട് പടപൊരുതാനുള്ള പ്രാർത്ഥനയാണ്. ആത്മാവിലുള്ള പ്രാർത്ഥന. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ചെറിയ കാര്യങ്ങൾക്കല്ല ആത്മാവിലുള്ള പ്രാർത്ഥന, വലിയ കാര്യങ്ങൾ. ഇതൊക്കെ ബൈബിള് അതുപോലെ സംഭവിച്ചു കൊണ്ടിരിക്കും. എസ്തേറിന്റെ പുസ്തകങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിൽ എഴുതിയതാണ് ഇന്നും നമുക്കറിയാം. ഈ ഹിന്ദു രാജ്യത്തെക്കുറിച്ച് തന്നെയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കപ്പെടും. നമ്മൾ ചെയ്യുന്ന ഓരോ ഭരണപരിഷ്കാരങ്ങളും അതിനകത്ത് വ്യക്തമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ഓരോ രാജ്യങ്ങൾ, ഈ ഇന്ത്യയെക്കുറിച്ച് മാത്രമല്ല, സകല രാജ്യങ്ങളെക്കുറിച്ചും വേദപുസ്തകം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരുടെ അജണ്ടകളെക്കുറിച്ചും അവരുടെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും നമ്മൾ ആരോടും ചോദിച്ചൊന്നും പഠിക്കേണ്ട. ബൈബിൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അതെ ഓരോ രാജാക്കന്മാരും അല്ലെങ്കിൽ ഓരോ ഭരണാധികാരികളും ചെയ്യാൻ പോകുന്നു എന്ന് അതിനകത്ത് തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് ആത്മാവിലുള്ള പ്രാർത്ഥനകൾക്ക് ഇവിടെ പ്രസക്തി കടന്നു വരുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പോൾ ദേശാധിപതി ശക്തികളോട്, ദേശത്തിൻ്റെ ആധിപത്യം, ഹാമാൻ എന്ന് പറയപ്പെടുന്നവൻ നിരപരാധി, പക്ഷെ അവൻ്റെ പിന്നിലൊരു പിശാചുണ്ട്. അമാലേക്യൻ്റെ ശക്തിയായിരുന്നു ഹാമാൻ്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അമാലേക്യന് യഹൂദനെ നശിപ്പിക്കണം, നിഗ്രഹിക്കണം. അപ്പോൾ പിശാചുക്കളുടെ ഒരു തന്ത്രമാണ്. അതിന് മനുഷ്യരെ അവൻ കയ്യിലെടുക്കുന്നു, അതിന് മനുഷ്യരെ അവൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചില ദേശങ്ങളെ, ചില കുടുംബങ്ങളെ, ചില സഭകളെ തകർക്കുവാൻ പൈശാചിക ശക്തികൾ പലപ്പോഴും പല വ്യക്തികളെയും പല സമൂഹത്തെയും കയ്യിലെടുക്കുന്ന സമയത്തിൽ സഭയുടെ ആത്മാവിലുള്ള പ്രാർത്ഥന അവിടെ വിജയത്തെ കരസ്ഥമാക്കുവാൻ മുഖാന്തരമാകും. മനസ്സിലായവർന്ന് കൈയടിച്ച്, തോൽക്കാനല്ല വന്നത്, നിങ്ങൾ ജയിക്കാനാണ് വന്നത്. തോൽക്കാനല്ല, നിങ്ങൾ ജയിക്കാനാണ് വന്നത്. ഇനി ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ കൈയടിക്കുന്നത് മാത്രം കൊണ്ട് ആത്മാവിലുള്ള പ്രാർത്ഥന എന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഹല്ലേലൂയ പറയുന്നു എന്ന് വെച്ചുകൊണ്ട് ആത്മാവിലുള്ള പ്രാർത്ഥന ആകത്തില്ല. സഭയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് അതിന് ആത്മാവിലുള്ള പ്രാർത്ഥന ആകത്തേയില്ല. ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ അങ്ങനെ ഒരാൾ ചെയ്യണമെങ്കിൽ, എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. ആത്മാവിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ആ വ്യക്തി ഒന്നാമത് ചെയ്യേണ്ടുന്ന കാര്യം, ആ വ്യക്തി അഭിഷേകം പ്രാപിച്ചിരിക്കണം. യെസ്, അഭിഷേകമുള്ളവന് മാത്രമേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. കൈയടിച്ചു പറഞ്ഞാട്ടെ, അഭിഷേകമുള്ളവന് മാത്രമേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അഭിഷേകമുള്ളവന് മാത്രമേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അഭിഷേകമുള്ളവന് മാത്രമേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അഭിഷേകമുള്ളവർക്ക് ആമേൻ, നന്ദിയോടെ ദൈവത്തിന് നന്ദി അർപ്പിക്കുക. അഭിഷേകമുള്ളവന്റെ ജോലിയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക. അഭിഷേകമുള്ളവന്റെ ജോലിയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ഒന്നാമത് ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചാൽ മാത്രമേ ആത്മാവിൽ പ്രാർത്ഥിക്കൂ. അപ്പോൾ നമ്മുടെ സഭ വളരെ വേഗത്തിൽ വളരുന്നു എങ്കിലും ആ അഭിഷേകത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തവരുമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുക. വളർച്ച വേഗത്തിലാണെങ്കിലും അറിവ് വളരെ കുറഞ്ഞവരാണ് പലരും. അഭിഷേകം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സംഭവം ഒരു പിടിയും കിട്ടാത്തവരും ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അവൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവനെ നിയന്ത്രിക്കപ്പെടുന്ന തൃത്വത്തിൽ മൂന്നാമൻ്റെ ഇടപെടലുകൾക്ക് പറയുന്ന പേരാണ് അഭിഷേകം. അഭിഷേകം, അഭിഷേകം. സ്വത്രം. ഒരു സാധാരണ ഫിലമെന്റിനെ വൈദ്യുതി കടത്തിവിടുന്ന സമയത്തിൽ അത് പ്രകാശിക്കുന്നത് പോലെ ഒരു സാധാരണ മനുഷ്യനിലേക്ക് ഒരു ശക്തി പ്രവഹിക്കുന്ന സമയത്തിൽ ആ വ്യക്തി മറ്റൊരു വ്യക്തിയായി പ്രതിസന്ധികളെ ജയിക്കുവാന്ന ഒരു ഉരുക്ക് മനുഷ്യനായിട്ട് തീരത്തക്ക വിധത്തിൽ അവനെ പണിയുന്ന ആ വൈദ്യുതിയുടെ പേരാണ് പരിശുദ്ധാത്മാവ് അഥവാ തൃത്വത്തിൽ മൂന്നാമൻ. ഇന്ന് അതിനു വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കണം. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ അഭിഷേകത്തെ പ്രാപിക്കണം. ഈ അഭിഷേകം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യോഹന്നാൻ സുവിശേഷം 1-12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒന്ന്, അവനെ കൈക്കൊള്ളണം. അഭിഷേകം നമുക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിക്കണം.
അംഗീകരിച്ച് അവൻ്റെ മകനാകാനും മകളാകാനും നമ്മൾ ആഗ്രഹിക്കണം. വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ലോകത്തിൽ ഒരാളും ചെയ്യാത്തൊരു കാര്യമാണ് മകനായി മകളായി അംഗീകരിക്കുക. യേശുവിനെ ഒരു വ്യക്തി കൈക്കൊള്ളുന്നതോടുകൂടി ആ വ്യക്തി യേശുവിൻ്റെ മകനാകുന്നു, യേശുവിൻ്റെ മകളാകുന്നു. അപ്പോൾ ആ പുത്രത്വം ആ വ്യക്തിക്ക് അതോടുകൂടി ലഭിക്കുന്ന ഈ ലോകത്തിൽ ആരും തരാത്തതാണ്. ആരും അംഗീകരിക്കത്തില്ല, മകനായിട്ടും മകളായിട്ടും സ്തോത്രം അംഗീകരിക്കത്തേയില്ല. പക്ഷേ യേശുവിൻ്റെ പ്രത്യേകതയാണ്, നീ യേശുവിനെ സ്വീകരിക്കുന്നതോടുകൂടി നിന്നെ മകനാക്കി മാറ്റുന്നു, നിന്നെ മകളാക്കി മാറ്റുന്നു, നിന്റെ കുടുംബത്തിലെ ഒരു അംഗമാക്കി മാറ്റുന്നു. അങ്ങനെയാണ് എങ്കിൽ അപ്പനുള്ളതിൻ്റെ സകലത്തിൻ്റെ അവകാശി മക്കളാണ്. ഈ അപ്പൻ്റെ കയ്യിൽ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകൾ മുഴുവനും ഈ മക്കളായിരിക്കുന്ന ഓരോരുത്തർക്കും അവകാശമാക്കുവാനായിട്ട് കഴിയും. സ്വത്രം മറക്കരുത്. എന്നും ദാരിദ്ര്യം ദുഃഖമൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതെടുത്ത് ഉപയോഗിക്കാനുള്ള പക്വതയായി കഴിഞ്ഞാൽ നീ മകനാണെങ്കിൽ നിനക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും നമുക്ക് കിട്ടും. ഞാനിത് ഒരു കോളസ് മൈക്കൊക്കെ പിടിച്ച് ഈ വിധത്തിലേക്ക് നിൽക്കുന്നു. ഞാൻ അവൻ്റെ മകനായതുകൊണ്ട് അപ്പനുള്ളതൊക്കെ എനിക്ക് വേണ്ടി തരുന്നു. ഞാനിവിടെ വെറുതെ ഇരിക്കുകയില്ല, ഞാൻ കർത്താവിന് അപ്പന് വേണ്ടിയിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നതുകൊണ്ട് ആയുധങ്ങളെല്ലാം എനിക്ക് കൃത്യമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു. ആയുധങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നുകൊണ്ടേയിരിക്കുന്നു. ആയുധങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നു. നിങ്ങളും അത് ഉപയോഗിക്കാനുള്ള പക്വതയാകുമ്പോൾ, ആദ്യം എനിക്ക് തന്നില്ല, കാരണം കർത്താവിനറിയാം ഇത് പ്രാരംഭത്തിലെ തന്നു കഴിഞ്ഞാലിട്ട് ഈ സംഭവങ്ങളും സെറ്റപ്പുകളൊക്കെ തന്നു കഴിഞ്ഞാലിട്ട് ഇവൻ മലക്കം മറിയും. പ്രൈസ് ദി ലോർഡ് അല്ലേ? മലക്കം മറി. അതിന് നല്ല ചൊല്ലുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആമേൻ 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 ആമേൻ. പക്വത എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടുന്നുവെങ്കിൽ ആകപ്പാട് എടുത്തിട്ട് ചൊക്കൻ്റെ കയ്യിൽ പിച്ചിപ്പൂ കിട്ടിയതുപോലെ അതിനായിട്ട് നുള്ളി പലിച്ച് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും ഒന്നും പിടിയില്ലാന്നുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്യും. എല്ലാം കയ്യിൽ നിന്ന് പോകുന്നത് ദൈവത്തിനറിയാം. അതുകൊണ്ട് 1-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ് 4-ാം ക്ലാസ് പാകതയും പക്വതയും മനസ്സിലാക്കുന്നതനുസരിച്ച് അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവത്തിൻ്റെ തേജസ്സുണ്ട്, സ്നേഹമുണ്ട്. നീ മകനാകുന്നതോടുകൂടി എല്ലാം തരത്തില്ല. നീ വിശ്വസ്തനാണോ ഇല്ലയോ എന്ന് ദൈവം നോക്കും. നീ വിശ്വസ്തനാണോ? നിന്റെ കയ്യിൽ തന്നതൊക്കെ നീ നന്നായിട്ട് യൂസ് ചെയ്യുന്നോ ഇല്ലയോ? നിന്റെ കയ്യിൽ തന്ന ധനം നീ നന്നായിട്ട് ഉപയോഗിക്കുന്നോ? നിനക്ക് തന്ന ആരോഗ്യം നീ മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? നിനക്ക് തന്നിരിക്കുന്ന സമയം, നിനക്ക് തന്നിരിക്കുന്ന മറ്റ് നന്മകളൊക്കെ നീ എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനതൊന്നും എൻ്റെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഒറ്റ വാക്കിൽ, മകനും മകളും ആകാനുള്ള അവകാശം തന്നിരിക്കുന്നു. പക്ഷേ ആ മകനും മകൾക്കും ദൈവം തരുന്ന ചെറിയ ചെറിയ നന്മകളെ എങ്ങനെ യൂസ് ചെയ്യുന്നു? ഫോർ എക്സാമ്പിൾ, സ്തോത്രം, നിലവിളിയോടെ അടിയും തൊഴിയോടുകൂടി പ്രയട്ടവരിലേക്ക് കടന്നു വരുന്നു. ആമേൻ. നിലവിളി, കരച്ചിൽ, കണ്ണീര്, ഒരൊറ്റ പ്രാർത്ഥനയിൽ തന്നെ ചിലപ്പോൾ ആ രോഗമങ്ങ് മാറി. പിന്നെ അടിയില്ല, തൊഴിയില്ല, കരച്ചിലില്ല, ഒന്നുമില്ല. അടിച്ചു വാരി അലങ്കരിച്ചതായിട്ടൊക്കെ പിന്നെ മാത്രം കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് സ്തോത്ര രോഗശാന്തി ഒറ്റ ദിവസം കൊണ്ട് ദൈവം കൊടുത്തു. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്നിട്ട് നീ സാക്ഷി പറഞ്ഞോ? ഇല്ല, സാക്ഷി പറഞ്ഞില്ല. അതെന്താ? അത് ഒരു ദിവസമല്ലേ അവിടെ പോയുള്ളൂ. ഒരുപാട് പ്രാവശ്യം മെഡിക്കൽ കോളേജിലല്ലേ ഒരുപാട് പ്രാവശ്യം പോയത്. അപ്പോൾ പിന്നെ അവിടെയും പോയി, പിന്നെ ഇവിടെയും കൂടെ പോയി, പിന്നെ വേറെ ഡോക്ടറാണ് നോക്കിയത്. അതും കൂടെ ആയപ്പോൾ അങ്ങ് ശരിയായി. എല്ലാം ശരി തന്നെ. എല്ലാം ദൈവത്തിന് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. ദൈവത്തിന് ഇതിന് വേണ്ടിയിട്ടല്ല നിന്നെ സൗഖ്യമാക്കുന്നത്. അതാണ് വന്നു കയറിയ ഉടനെ ചിലതിനെ ചവിട്ടി പിടിച്ച് അവനെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ദൈവവചനം എന്തെന്നൊക്കെ മനസ്സിലാക്കി ഒരല്പം സാവകാശം കൊടുക്കുന്നത്. ആരാണ് നിന്റെ സൃഷ്ടിതാവ്? ആരാണ് നിന്നെ സൗഖ്യമാക്കിയത്? ആരാണ് നിന്നെ വിടുവിച്ചു എന്നുള്ളത് ആമേൻ അറിഞ്ഞതിന് ശേഷം ദൈവം ചിലത് തരാൻ ഉദ്ദേശിക്കുന്നത്. മകനും മകളും എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് പക്വതയൊന്നും എത്താതെ തരത്തില്ല. ഗ്ലോറി ടു ഗോഡ്. നിങ്ങളുടെ മക്കള് 18 വയസ്സായെന്നും വെച്ചോണ്ട് നിങ്ങൾ വണ്ടിയൊന്നും മേടിച്ചു കൊടുക്കൂല അല്ലേ? 18 വയസ്സായെന്ന് വെച്ചുകൊണ്ട് വണ്ടി മേടിച്ചു കൊടുക്കില്ല. ലൈസൻസ് എടുത്തെന്ന് വെച്ചുകൊണ്ട് വണ്ടി മേടിച്ചു കൊടുക്കൂല. നല്ല അപ്പനും അമ്മയാണെങ്കിൽ ആദ്യം ഒരു സൈക്കിൾ എടുത്തവനെ ഉരുട്ടാൻ കൊടുക്കും. എന്നിട്ട് അവ എങ്ങനെ കൊണ്ടു കിടക്കണം നോക്കും. രണ്ടാമത് അപ്പൻ്റെ വണ്ടി എടുത്ത് ശകലം ഉരുട്ടാൻ കൊടുക്കും. അവ എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് കൊണ്ട് നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മിനിറ്റുകൾ കമച്ച് 4th ഗിയർ, 8th ഗിയർ, 9th ഗിയർ, 12 ഗിയറൊക്കെ മാറിയാണോ പോണത്? അതെ, 1st, 2nd, 3rd മാന്യമായിട്ടാണോ ഓട്ടിക്കണതെന്ന് അപ്പം ദൂരെ മാറിയെന്ന് നോക്കും.
ഇപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പ്രായത്തിനനുസരിച്ചുള്ള പക്വത ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നോക്കും. നോക്കിയതിന് ശേഷം ആലോചിക്കും, അവനിപ്പോൾ വണ്ടി ഉപയോഗിക്കാനായോ, അവൻ എൻ്റെ ബാക്കിൽ ഇരിക്കാനുള്ള കാലം ആയോ ഇല്ലയോ എന്ന് ആദ്യം നോക്കും. നോക്കിയിട്ട് അവൻ ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ അത് യൂസ് ചെയ്യുന്നു എന്ന് പ്രായത്തിൻ്റെ അതിവേഗതകൾ കാണാതെ, സമയത്ത് വീട്ടിൽ വരാതെ, സ്വത്രം കണ്ട കഞ്ചാവുകാരന്മാരുടെ പിറകെ ഈ വണ്ടിയും കൊണ്ട് അവന്മാർക്ക് ട്രൈസൽ കൂട്ടു പോണതാണോ അതോ ഇവൻ മര്യാദയ്ക്ക് പഠിക്കാൻ പോയിട്ട് വീട്ടിൽ വരുന്ന എല്ലാം അപ്പം നോക്കും. നല്ല അപ്പന്മാരാണെങ്കിൽ അങ്ങനെ, അല്ലാത്തവരാണെങ്കിൽ മക്കൾ പറഞ്ഞല്ലേ നീ എവിടെയെങ്കിലും കൊണ്ട് തൊലഞ്ഞോടാ എന്ന് പറഞ്ഞ് മാഞ്ചു കൊടുക്കുന്നവരുണ്ട്. അത് പിന്നത്തേതിൽ ഈ താക്കോല് തിരിച്ചു മേടിക്കാൻ തുടക്കുമ്പോൾ കിട്ടത്തുമില്ല, ആകെ കഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത്, അമ്മോൻ്റെ പക്വത ആദ്യം നോക്കും, ആ മകളുടെ പക്വത ആദ്യം നോക്കും. നോക്കിയിട്ടാണ് അവനെ അടുത്ത് പഠിക്കാൻ വിടണോ ദൂരെ പഠിക്കാൻ വിടണോ. ഇനി വേറെ മക്കളെ നോക്കും, അവന് ഇവിടെ നാട്ടിൽ ജോലി വാങ്ങിച്ചു കൊടുക്കണം, അവന് ഗൾഫിൽ ജോലി വാങ്ങിച്ചു കൊടുക്കണം. നല്ല അപ്പന്മാരാണെങ്കിൽ നോക്കും, അവൻ്റെ സ്വഭാവം ആദ്യം നോക്കും. ഇവ എൻ്റെ കണ്ണുവട്ടത്ത് നിന്നാൽ ഇങ്ങനെയൊക്കെ പോകും, ജാമ്യത്തിൽ ഇറക്കാനെങ്കിലും ഞാനെങ്കിലും ഉണ്ട്. ഇവ എൻ്റെ കൈവിട്ട് പോയാൽ ഇതിനേക്കാളും വലിയ കഞ്ചാവാകും എന്ന് പറയപ്പെടുമ്പോൾ നീ മക്കളെ നീ ദൂരോട്ടൊന്നും പോകണ്ട, നീ ഇവിടെ നിൽക്കണേണ് ഏറ്റവും നല്ലത് എന്ന്. ഇനി ഇവിടെ കൂട്ടാണ് പ്രശ്നമെങ്കിൽ ഈ കൂട്ടിൽ നിന്ന് മാറാൻ വേണ്ടി ചിലപ്പോൾ ട്രയൽ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ പോകും. അവിടെ പോകുമ്പോൾ അതിനേക്കാളും വലിയ കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ അതും പോക്കും. ഇതെല്ലാം നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് അവൻ പക്വത എന്നറിയപ്പെടുമ്പോൾ കൊടുക്കും. വസ്തുവക എഴുതി കൊടുക്കുന്നവരാണ്. ഞാനിത് ഇങ്ങനെ പഠിപ്പിച്ചാലും തീരത്തില്ല, എങ്കിലും ഏകദേശം ഒരു ഔട്ട്ലൈൻ. വസ്തുവക മുഴുവൻ അവൻ്റെ പേരിൽ കൊടുക്കും. എന്താ, അവൻ വിറ്റ് പുട്ടടിക്കുന്ന ടൈപ്പാണോ ഇല്ലെന്നോ ആദ്യം നോക്കും. അവനെല്ലാം നശിപ്പിക്കുകയാണോ, അവൻ ധൂർത്തുപുത്രനാണോ ഇല്ലയോ, ഇതെല്ലാം നോക്കും. അവൻ പരിപാലിക്കുന്നവനാണെന്ന് കാണുമ്പോൾ അല്പച്ച അപ്പൻ എന്ത് ചെയ്യും, സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കും. ആ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കും. മേളിയിരിക്കുന്ന അപ്പനും ഇത് തന്നെയാണ്. നിനക്കൊരു രോഗശാന്തി തന്നിട്ട്, നിനക്കൊരു സാമ്പത്തിക അനുഗ്രഹം തന്നിട്ട്, നിനക്കൊരു വാഹനം തന്നിട്ട്, അല്ലെങ്കിൽ നിനക്ക് ചില പദവികൾ തന്നിട്ട്, നിനക്ക് ചില കഴിവുകൾ തന്നിട്ട്, നിനക്ക് ചില വിദ്യാഭ്യാസം തന്നിട്ട് അവൻ ആദ്യം നോക്കും, നീ എന്നെ എപ്രകാരം ഏത് വിധത്തിൽ എന്നെ നീ അംഗീകരിക്കുന്നുണ്ട്, മാനിക്കുന്നുണ്ട്, എങ്ങനെ നീ എന്നെ സേവിക്കുന്നുണ്ട്. ദൈവത്തിന് അത് ഇഷ്ടമായി എന്ന് കാണുമ്പോൾ മക്കളെങ്കിൽ അവകാശികളാകുന്നു. അവൻ ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു. അധികാരത്തോടൊപ്പം അവൻ്റെ നന്മകളെടുത്ത് ഉപയോഗിക്കാനുള്ള അധികാരം തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ മക്കൾക്ക് ചോദ്യം ചെയ്യാതെ സാമ്പത്തികമെടുത്ത് വിനിയോഗിക്കാൻ നിങ്ങൾ അനുവാദം കൊടുക്കണമെങ്കിൽ അവൻ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്ന് കണ്ടാലേ കൊടുക്കത്തുള്ളൂ. അവനൊരധിക ചെലവുകാരനോ അശ്രദ്ധ ഉള്ളവനാണോ തലത്തില്ല. ദൈവവും ഇപ്രകാരം തന്നെയാണ്. നിങ്ങൾ എപ്രകാരം ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ ദൈവത്തോട് പ്രതികരിക്കുന്നു, ഓരോ അനുഗ്രഹങ്ങളും കിട്ടിയിട്ട്, ഓരോ നന്മകൾ കിട്ടിയിട്ട്, സ്തോത്രം, ഏത് വിധത്തിൽ. പലയിടത്തും ചിലരൊക്കെ ഒന്ന് ഭയങ്കര കരച്ചിലെന്ന് കാണിച്ചാൽ നമുക്കൊന്നും കരച്ചിലൊന്നും വരത്തില്ല. കാരണം എന്നറിയാമോ, നമ്മളിങ്ങനെ ഇരുന്ന് പറയും ഇപ്പം കരയും, ഇത് കഴിഞ്ഞ് അല്പം നട്ടൽ ഉറച്ചു കഴിഞ്ഞാൽ ഈ കരച്ചിലൊന്നും കാണൂല. പിന്നെ ദൈവവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ആരാധനയ്ക്ക് വരാനേ സമയമില്ല. പള്ളിയിൽ അയ്യോ ഭയങ്കര ബിസിയാണ്. എപ്പോഴാണ് സമയമുള്ളത്? കഷ്ടത്തിൻ്റെ നെല്ലിപ്പലക കണ്ട് ആശുപത്രിയും കൈവിട്ട് ബാങ്കുകാരും കൈവിട്ട് എല്ലാ വഴികളും വാതിലുകളും അടഞ്ഞ സമയത്തിലേക്ക് ദൈവം വേണം. പക്ഷെ അല്പം ഒന്ന് ശരിയായി വരപ്പെടുമ്പോൾ ദൈവത്തെ മറന്ന് ആയിരിക്കുന്ന സമയങ്ങളിലേക്കുള്ളവരെന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ അപ്പൻ മേളിയിരുന്നെല്ലാം നോക്കാം. ദൈവമക്കളാകുവാൻ നിനക്ക് അവകാശം തന്നിട്ടുണ്ട് എങ്കിൽ, ദൈവമക്കളാകുവാൻ അവകാശം തന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു അവകാശിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി അപ്പന് പ്രസാദമുള്ളത് ചെയ്യണം. അപ്പൻ്റെ ഇഷ്ടം മനസ്സിലാക്കി നീ ജീവിക്കണം. അപ്പൻ്റെ ഇഷ്ടമനുസരിച്ച് നീ മുന്നേറുവാൻ നീ മറക്കരുത്. അപ്പോൾ ഒന്ന്, ക്രിസ്തുവിനെ കൈക്കൊള്ളണം. അഭിഷേകം ലഭിക്കണമെങ്കിൽ കർത്താവിനെ കൈക്കൊള്ളണം. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അഭിഷേകം, അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് അഭിഷേകം വേണം. അഭിഷേകം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് രണ്ടാമത് പറഞ്ഞത്. അഭിഷേകം കിട്ടണമെങ്കിൽ ക്രിസ്തുവിനെ കൈക്കൊള്ളണം, ഒന്ന്. രണ്ടാമതായിട്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബാങ്കിൽ ലോൺ കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് പോലെ അഭിഷേകം കിട്ടണമെങ്കിൽ ഒന്ന്, ക്രിസ്തുവിനെ കൈക്കൊണ്ട് മകനായിട്ട് മകളാണെന്നുള്ള അംഗീകാരം നിങ്ങൾ ഏറ്റെടുക്കണം. രണ്ടാമതായിട്ട് പാപത്തെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്ന്. അപ്പോൾ അടുത്ത് പാപത്തെ ഏറ്റുപറയണം. എല്ലാവർക്കും പാപമുണ്ട്.
ഇപ്പം ഈ കൂട്ടത്തിലിരുന്ന് ആരെങ്കിലും ഉറങ്ങുന്നുവെങ്കിൽ അതും ദൈവസന്നിധിയിൽ പാപമാണ്. കാരണം നിങ്ങൾ കേൾക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനം. വചനം നിങ്ങൾ അലക്ഷ്യമാക്കുന്നുവെങ്കിൽ, വചനം നിങ്ങൾ കേൾക്കേണ്ട രീതി കേൾക്കുന്നത് അതും തെറ്റ് തന്നെയാണ്. ഞാൻ വിളിച്ചു പറയട്ടെ, സമൂഹത്തിന് നിരക്കാത്ത തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. സംസാരത്തിൽ, നോട്ടത്തിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, ഇങ്ങനെയൊക്കെയുള്ള ബലഹീനതയിൽ ഒരു മനുഷ്യൻ ജനിച്ചതോടുകൂടി തന്നെ അവൻ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചോ എന്നാണ് ബൈബിൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പാപത്തോടുകൂടി തന്നെയാണ് ഒരു മനുഷ്യൻ പാപം നിറഞ്ഞ ലോകത്തിലേക്ക് കടന്നു വരപ്പെടുമ്പോൾ ഈ പാപത്തിന് പരിഹാരകനായിട്ട് യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകൻ വന്നിട്ടില്ല. അവൻ തന്നെയാണ് പാപമില്ലാത്ത രക്തത്തിന് ഉടമസ്ഥനായിരിക്കുന്ന നസ്രത്തുകാരനായിരിക്കുന്ന യേശു കാൽവരി ക്രൂശിൽ തൻ്റെ അവസാനത്തുള്ളി ചോര വരെയും ഒഴുക്കിയതിൻ്റെ പിന്നിൽ ഒന്നുണ്ട്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. ഒരുവൻ മനഃപൂർവ്വമായിട്ട് പശ്ചാത്തപിക്കണം, കർത്താവേ എൻ്റെ ബലഹീനതകളെ ക്ഷമിക്കണമേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എൻ്റെ കുറ്റത്തെ ക്ഷമിക്കണമേ എന്ന് ക്രിസ്തുവിനെ കൈക്കൊണ്ടവൻ അടുത്തേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എൻ്റെ തെറ്റിനെ ക്ഷമിക്കണമേ, എൻ്റെ കുറ്റത്തെ ക്ഷമിക്കണമേ, എൻ്റെ ബലഹീനതകളെ ക്ഷമിക്കണമേ. ദൈവമല്ലാത്തതിനെ സേവിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ഏറ്റവും വലിയ പാപമായിരിക്കുകയാണ്. ആകയാൽ നീ പാപത്തിലൂടെ കടന്നുപോയി എങ്കിൽ അനുദപിക്കണം. അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ കർത്താവേ സ്തോത്രം, ഞാൻ ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ ചെയ്തു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, അറിവില്ലായ്മയുടെ കാലങ്ങൾ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോൾ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയോ ആയിരുന്നു, പക്ഷേ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതോടുകൂടി അറിവുള്ളവരായിട്ട് തീർന്നിരിക്കുകയാണ്. അറിവുള്ളവരായിട്ട് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ പിന്നത്തേതിൽ നിങ്ങൾ പാപത്തിലേക്ക് പോകരുത്. അഭിഷേകം വേണമെങ്കിൽ പശ്ചാത്താപ ഹൃദയം ഉണ്ടാകണം. പാപത്തെ ഏറ്റുപറയണം. മദ്യപിക്കുന്ന വ്യക്തിന് ചെയ്യരുത്, പുകവലിക്കുന്നവരത് ചെയ്യരുത്, ശംഭുവും ഗുഡ്കായും ചൈനീ കുനിയും മൂക്കുപൊടിയും ഉപയോഗിക്കുന്നവൻ ഇനി അത് ചെയ്യരുത്. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ വെച്ചു പുലർത്തുന്നവർ ചെയ്യരുത്. ആവശ്യമില്ലാത്ത കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യരുത്. ആവശ്യമില്ലാത്ത പണമിടപാടുകൾ ചെയ്യരുത്. ആവശ്യമില്ലാത്ത അന്യാരാധന ശക്തികൾ അടുക്കൽ പോകരുത്. ആവശ്യമില്ലാത്ത പുണ്യസ്ഥലങ്ങൾ നീ സന്ദർശിക്കരുത്. ആവശ്യമില്ലാത്ത വിഗ്രഹാർപ്പിതങ്ങൾ നീ കഴിക്കരുത്. അങ്ങനെ തുടങ്ങി ആമേൻ ഒരു പുതിയ തീരുമാനത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് പാപത്തെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. എത്ര വലിയ സോപ്പിട്ട് കഴുകിയാലും നമുക്ക് ശുദ്ധീകരണം വരത്തില്ല. ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ അവനെ കൈക്കൊള്ളുന്നതോടുകൂടി പശ്ചാത്താപ ഹൃദയം മനസ്സിനകത്ത് കടന്നു വരപ്പെടുമ്പോൾ അവന്റെ സ്നേഹം കൊണ്ട് ആ പാപം ഉരുകി ഇറങ്ങി മാറും. ആ പാപം നമ്മിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറും. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മേൽ അഭിഷേകം വരത്തുള്ളൂ. യേശുവിനെ കൈക്കൊള്ളണം. യേശുവിന്റെ സന്നിധിയിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഞാൻ പാപം ചെയ്യത്തില്ല എന്ന് തീരുമാനിക്കണം. അറിവില്ലായ്മ നമ്മൾ ചിലപ്പോൾ ചില മേഖലകളിലായി പോകും. അത് ദൈവം ക്ഷമിക്കും. പക്ഷേ അറിവോടുകൂടി നമ്മൾ അതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. റോമാലേഖനം 10-ാം അധ്യായം യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റുപറഞ്ഞ വ്യക്തി വായി കൊണ്ട് ക്രിസ്തുവിനെ ഏറ്റുപറയണം. അഭിഷേകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ ഏറ്റ് പറയണം. സ്തോത്രം. ആകയാൽ അതെ ആമേ ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ തന്നെ ആ കൈക്കൊള്ളുന്നതിൻ്റെ സിംറ്റംസ് ആണ് പാപത്തെ ഏറ്റുപറയുക. ആ കൈക്കൊള്ളുന്നതിൻ്റെ സിംറ്റമാണ് സ്തോത്രം നിങ്ങൾ വായിക്കൊണ്ട് ദൈവത്തെ ഏറ്റുപറയുക. അപ്പോസ്തല പ്രവൃത്തി 2:38 പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ അങ്ങനെ കൈക്കൊണ്ടവൻ, അങ്ങനെ പാപത്തെ ഏറ്റുപറഞ്ഞവൻ, അങ്ങനെ വായിക്കൊണ്ട് ക്രിസ്തുവിനെ സമ്മതിച്ചു കൊടുത്തവൻ സ്നാനം സ്വീകരിച്ചിരിക്കണം. അവൻ യേശു കർത്താവിനെ സ്നാനം സ്വീകരിച്ചിരിക്കണം. സ്നാനം സ്വീകരിക്കുന്നതോടുകൂടി ലാമേൻ അതിയായിട്ടുള്ള അഭിഷേകത്തിൻ്റെതായിട്ടുള്ള അനുഭവം കടന്നു. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടിയിട്ട് അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതിയായ ആഗ്രഹമുണ്ടായിരിക്കണം. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞോ. അവനിത് തന്നിൽ വിശ്വസിക്കുവാൻ ലഭിക്കാൻ ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു വന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ല. അപ്പോൾ ദാഹിക്കുന്നവൻ വന്ന് കുടിക്കട്ടെ. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന സമയത്ത് യേശു പറഞ്ഞത് ദാഹിക്കുന്നവൻ വരട്ടെ. ഒന്ന്, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അവനെ കൈക്കൊള്ളണം, അഥവാ മാനസാന്തരപ്പെടണം. 2, അവനെ നമ്മൾ എന്ത് ചെയ്യണം? അതെ, ദാഹമുണ്ടായിരുന്നു. അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കണം. പരിശുദ്ധാത്മ കിട്ടണമെങ്കിൽ ദാഹമുണ്ടായിരിക്കണം. അതിയാരാ കിട്ടണേ കൊണ്ടുപോകാം, കിട്ടാൻ സാധ്യതയൊന്നുമില്ല. കിട്ടണം, എനിക്ക് വേണം.
ഈ ശക്തി എനിക്ക് വേണം, എൻ്റെ വീട്ടിൽ കറണ്ട് വേണം, കറണ്ട് വേണം, കറണ്ട് വേണം എന്ന് പറയും പോലെ ഈ ശക്തി എനിക്ക് വേണം, ഈ അഭിഷേകം എനിക്ക് വേണം, എങ്കിലേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ഈ അഭിഷേകമുള്ളവന് മാത്രമേ ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളതിനെക്കുറിച്ച് ആമേൻ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയണം. മൂന്നാമതായിട്ട് ആ വ്യക്തിയെ സമർപ്പിക്കണം, പൂർണ്ണമായി സമ്പൂർണ്ണമായി സമർപ്പിക്കണം. റോമാലേഖനം 12-ാം അധ്യായം 1 മുതൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ, ഈ ലോകത്തിന് രൂപാകസ്മരണം. അപ്പോൾ സമർപ്പിക്കണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആമേൻ. സമർപ്പിക്കണം, ദാഹിക്കണം. എന്താ സങ്കീർത്തനം 42:1 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ. ഒരു ദാഹം നമ്മുടെ ഉള്ളിനകത്ത്. അത് കഴിഞ്ഞാൽ ഉടനടി നാം സമർപ്പിക്കണം, പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കണം. അടുത്ത 4-ാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുന്നവരാകണം. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടിരിക്കണം ഒരു വ്യക്തി. ആ വ്യക്തി അതിയായി ദാഹിച്ചിരിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട്. ആ വ്യക്തി പൂർണ്ണമായി സമർപ്പിച്ചിരിക്കണം. അതോടനുബന്ധിച്ച് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അഭിഷേകം കിട്ടണം. ഇന്ന് മുതൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കൊക്കെ ഒരു സെൻറ്റൻസ് ആരംഭിച്ചോ, എനിക്കും വേണം പരിശുദ്ധാത്മാവ്, എനിക്കും വേണം പരിശുദ്ധാത്മാവ്. കാരണം എപ്പോഴും ബന്ധനം കയറുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നീ പ്രേട്ടവരിൽ പോകണം, അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ അടുക്കൽ പോകണം. കർത്താവേ, ഈ സാത്താന്മാർ ഇനി എന്നെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ ആത്മാവിലുള്ള പ്രാർത്ഥന എനിക്ക് വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി മറ്റുള്ളവരുടെ സഹായമില്ലാതെ എനിക്ക് തന്നെ ഒന്ന് ഫൈറ്റ് ചെയ്ത് ജയിക്കണം, എനിക്ക് തന്നെ പ്രാർത്ഥനയിൽ പടപൊരുതി ജയിക്കണം, എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കണം. ആ നേതൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ദൈവസഭ ദാഹിക്കണം. ഹല്ലേലൂയാ. ഒരിക്കൽ കിട്ടിയെന്ന് വെച്ചുകൊണ്ട് അത് മതിയെന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഒരിക്കൽ അഭിഷേകം കിട്ടിയെങ്കിൽ അതിനെ വർദ്ധിപ്പിച്ചെടുക്കണം. ചിലരൊക്കെ ഇവിടെ കിടന്ന് പകൽ ഭയങ്കര ചാട്ടവും ബഹളവും കാണിക്കണുണ്ടോ? എന്താണെന്നറിയാവോ? അഭിഷേകത്തെ അവർ വർദ്ധിപ്പിച്ചെടുക്കുകയാണ്. അത് വർദ്ധിപ്പിക്കാനുള്ളതാണ്, അത് ശക്തിപ്പെടാനുള്ളതാണ്. നാം ആ ശക്തിയെ മേടിച്ചിട്ട് വെറുതെ ഇരിക്കുകയല്ല, ആ അഭിഷേകത്തെ നമ്മൾ മേടിച്ചിട്ട് ശക്തിപ്പെടണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആത്മാവിൽ പടപൊരുതി ജയിക്കാനായി കഴിയത്തുള്ളൂ. ഇന്നലെ വരെ പിശാച് നിങ്ങളെ ഭയപ്പെടുത്തിയെങ്കിൽ, ഓലപ്പാമ്പ് കാണിച്ച് നിങ്ങളെ പേടിപ്പിച്ചുവെങ്കിൽ, ഇന്ന് മുതൽ നിങ്ങളിലൊരായുധം വേണം. നിങ്ങൾക്ക് കാറുണ്ട്, വീടുണ്ട്, പോരാ, അഭിഷേകത്തിലുള്ള പ്രാർത്ഥനയാകുന്ന ആയുധം കൂടെ വേണം. നിങ്ങളുടെ വീട്ടിലെ വലിയൊരു സമ്പത്താണ് ആത്മാവിലുള്ള പ്രാർത്ഥന. പ്രതിസന്ധികൾ കടന്നു കയറപ്പെടുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു കയറപ്പെടുന്ന സമയത്തിലേക്ക് ആ ദുഷ്ടശക്തികളോട് ഫൈറ്റ് ചെയ്ത് ജയിക്കുവാനായിട്ട് നിനക്ക് കഴിയണം. പടപൊരുതി ജയിക്കുവാനായിട്ട് നിനക്ക് കഴിയണം. സ്വതം ഒരു ധനവാനായിരിക്കുന്ന ഒരു മനുഷ്യൻ, വലിയ ബിസിനസ്സുകാരനാണ്, വലിയ പേരും പ്രശസ്തി എല്ലാം ഉണ്ട്. പക്ഷെ രാത്രിയിൽ കിടന്നാൽ അദ്ദേഹത്തിന് ഉറക്കമില്ല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, രാത്രി കിടന്ന് കണ്ണ് ഒന്നയന്ന് വരപ്പെടുമ്പോൾ ഒരു കറുത്ത രൂപം തൻ്റെ മുറിക്കകത്ത് വരും. കഥകൊന്നും തുറന്നിട്ട് എത്ര കഥ കടച്ചിട്ടിരുന്നാലും ആ കഥകിൽ കൂടെ ലയിച്ച് അകത്തങ്ങ് കയറും. അകത്ത് കയറി തൻ്റെ അടുക്കലേക്ക് വന്ന് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമെന്ന്. സ്തോത്രം. ഇദ്ദേഹം കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് കാണുന്നു, ചാടി എഴുന്നേൽക്കും, പിന്നെ കാണൂല, വീണ്ടും കിടക്കും, വീണ്ടും. സ്തോത്രം. ആമേൻ. ഈ വ്യക്തി എല്ലാ ഡോറും അടച്ചിട്ടിരിക്കുക. ഒരിക്കലും നോക്കും, എയർ ഹോൾ എല്ലാം, പിന്നെ അതെല്ലാം അടച്ചു. പക്ഷെ വീണ്ടും സ്തോത്രം ഈ കറുത്ത രൂപം വന്നു. ആ കതകിനകത്തേക്ക് മെല്ലെ അങ്ങ് കയറി അങ്ങ് വന്നു. നോക്കിക്കോണ്ടി. മാസങ്ങളായി ഒരല്പമുറയിൽ ധനമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമെന്താ? ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമെന്താ? പേരും പ്രശസ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം? ഉറങ്ങാൻ കഴിയണ്ടേ? ഇങ്ങനെ 100 കണക്കിന് വ്യക്തികൾ അനുഭവിക്കുന്നു. എത്രയോ വ്യക്തികൾ ദൈനംദിനം പ്രേട്ടവറിൽ കയറി ഇറങ്ങുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്രയോ വ്യക്തികൾ കയറി ഇറങ്ങുന്നുണ്ട്. ആകയാൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, നിന്റെ കയ്യിൽ ഒരു ആത്മാവിലൊരു പ്രാർത്ഥന ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ ദുഷ്ടശക്തികൾ ഏരിയയിൽ വരൂല.
ഓ വിശ്വസിക്കുന്നവർ കൈയടിച്ചു പറ, ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, ആത്മാവിൽ ഞങ്ങൾ പടവരുത്. റബ ശിഖബല ശംധല ജൂഡബറബ ശഖല രസകതുരിബാലേ Zambalaban Paushika Balabaudiga Natira Balabalam Zalpaudi Rakabana Janada Galabalabaudia E Kutatil B Kutatila Ade Uragavan Gadiapata Chilabekti Chibi the Galonda in the Madal Day with the Atma Solution Mariana Pratana Jiva the Marabicho Pratana Jiva the Marabika Dilla the Pratana Jiva the Arabika Yapo Matula Chanasra Gala Ni Pratikana Ni Pratikana Matma Vilara Thikan or Sapel Bogan the Dindila E I Tamunda Irikana E Saitano the Padaba the Jay I the Shakaram Nina Kundagano Chuta Baba Larasaka Dunam Selpaudi, Devam Chilaka Nalgaya, Saujendamite, Devama Kraba Nalgano, Atma will Padaburiduan, Atma will Prathigavan or Rabishega, Atma will Prathigan or Rabishega, Atma will Prathigan or Rabishega, Hanna Deva Sandila, Atma will Praticho, Tanda Vedan Matyatil, Tanda Prayas in a Matyatil, Tanika Ramayagan or Agra Todugude, Atma will Praticho, Ninnagalbano, Padigasagalbano, Yengelama Atma will Pratana, I will ആ പ്രാർത്ഥന നിർത്താത്തത് കൊണ്ട് ഒരാമെ തലമുറയെ ദൈവം കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽ സമയം ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാവിൽ പടവരുന്ന ഒരു വലിയ കൂട്ടം പേരെ സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹോ ഹോ റാബാ സിഖാബല റഗനം ജൽബാനെ റഗന റബൽ ഭൗഡിഗാര ശിഖാര സഗതാന ചൽഖരെ റഗന ശബ്ദുലേ ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം അത് തരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ചിലരുടെ മേൽ അത് ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദേശത്തിന് വേണ്ടി പടവരുതുവാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുവാൻ, ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. സ്വർഗത്തിലെ കർത്താവ് പ്രാർത്ഥനയുടെ അഭിഷേകം, പ്രാർത്ഥനയുടെ അഭിഷേകം, പ്രാർത്ഥനയാകുന്ന ആയുധം ഇന്ന് ചിലരെ ഏൽപ്പിക്കാൻ പോകുകയാ. ഇന്ന് ദൈവം ചിലരെ ഏൽപ്പിക്കാൻ പോകുകയാ. മങ്ങിക്കിടക്കുന്ന തുരുമ്പിച്ച് കിടക്കുന്ന പ്രാർത്ഥന അനുഭവങ്ങൾ ഇതാ വെളിപ്പെടുകയാണ്. പ്രാർത്ഥനാ അനുഭവങ്ങൾ ജ്വലിക്കുകയാണ്. പ്രാർത്ഥനാ അനുഭവങ്ങൾ ജ്വലിക്കുകയാണ്. പ്രാർത്ഥനാ സ്വരങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് വർദ്ധിച്ചു വരാൻ പോകുക. പ്രാർത്ഥനാ അനുഭവങ്ങൾ നിന്റെ കുടുംബത്തിൽ വരുകയാണ്. ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുകയാണ്. ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ഈ ആരാധന സമർപ്പിച്ചിരിക്കുന്ന ബ്രദർ ജസ്റ്റിൻ രാജനെ ഫാമിലിയും ദൈവം കൂടുതലായി ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അബ്രഹാം ഓരോ നന്മകൾ കിട്ടിയപ്പോഴും അതിൻ്റെ ഓഹരി കർത്താവിന് കൊടുക്കാൻ മറന്നില്ല. അത് അബ്രഹാമിൻ്റെ വർധനവിന് കാരണമായതുപോലെ ഈ കുടുംബവും ദൈവത്തിന് കൊടുത്തത് മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മാത്രമല്ല, നാളെ പരിശുദ്ധ ആരാധനയാണ്, മറന്നു പോകരുത്. വളരെ ഒരുക്കത്തോടെ താല്പര്യത്തോടെ ഒരു ചർച്ചിലും പോകാത്തവരാണെങ്കിൽ ഷാലും സെൻറ്ററിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രാവിലെ 7 മണിക്കുണ്ട്. അതോടനുബന്ധിച്ച് 9 മണിക്ക് മെയിൻ സെക്ഷനുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമായിരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേൾക്കപ്പെട്ട വചനം അവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഒരു പുതുബലത്തിനും ശക്തിക്കും ആശ്വാസത്തിനും അനുഗ്രഹത്തിനും അത് കാരണമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ശാരീരിക മാനസിക ക്ലേശങ്ങൾ മാറി ധൈര്യം പ്രാപിക്കുവാൻ, ബലം പ്രാപിക്കുവാൻ ദൈവം അങ്ങ് സഹായിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.